أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് ഒരുമിക്കാൻ അള്ളാഹു വീണ്ടും അവസരം തന്ന അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന, നേരത്തെ കഥയിൽ പരാമർശിച്ച പോലെയുള്ള നല്ലൊരു അടിമയായി തീരാൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ശരിക്കും കൂടുതലും നമ്മളെ നന്മകൾ ചെയ്യുന്നത് പ്രതിഫലം ആഗ്രഹിച്ചും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ശിക്ഷയെ ഭയന്നുകൊണ്ടും തന്നെയാണല്ലേ. നമ്മളെന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മളെ മനസ്സിൽ. അത് തെറ്റൊന്നല്ല കേട്ടോ. പ്രതിഫലം ആഗ്രഹിക്കുന്നതിനെ കൊണ്ടൊരു തെറ്റുമില്ല, ശിക്ഷ ഭയപ്പെടുന്നതിനും തെറ്റില്ല. കാരണം അതും വേണം. നമുക്ക് അള്ളാഹു തആല പറഞ്ഞ കാര്യമാണല്ലേ, നമുക്ക് അള്ളാഹുവിനെ തഖ്വ എന്ന് പറയുന്നത് തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിക്കുക എന്നുള്ളതും, ശിക്ഷയെ ഭയന്നുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതും തഖ്വയുടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും അല്ലേ, ഏറ്റവും സൂപ്പർലേറ്റീവ്, ഏറ്റവും എന്താ പറയുക, മുകളിൽ ഏറ്റവും ടോപ്പിൽ ഉള്ളതാണ് എന്ത്, അത്രയും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിനോടുള്ള നമ്മളെ നിസ്കാരവും മറ്റെല്ലാം തന്നെ ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഭയങ്കര ഒരു ഈമാനിൻ്റെ നല്ലൊരു മാധുര്യം നമുക്ക് അതിലൂടെ ആസ്വദിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ എല്ലാവരെയും അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെ തന്നെയാണല്ലേ. ഇൻഷാ അള്ളാഹ് നമ്മൾ പരിശുദ്ധ റമളാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി കർമ്മങ്ങൾ നന്നാക്കുന്ന ഒരു പരിശ്രമത്തിലാണല്ലോ എല്ലാവരും അല്ലേ. എല്ലാവരും വിത്തുകൾ പാകി നനച്ച് അല്ലേ, നനക്കാൻ തുടങ്ങിയില്ലേ, എല്ലാവരും വിത്തുകൾ പാകിയില്ലേ. കർമ്മങ്ങൾ എല്ലാവരും റമളാനിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു എത്തിക്കട്ടെ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ഖത്തമ് ഓതാനൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തുടങ്ങാത്ത ആൾക്കാർ ചെറുതായ രൂപത്തിലെങ്കിലും തുടങ്ങി വെക്കുക കേട്ടോ. ഇന്ന് തുടങ്ങാൻ, നാളെ തുടങ്ങാം, ഇന്ന് ഏതായാലും ഇങ്ങനെയൊക്കെ കഴിയട്ടെ, നാളെ തുടങ്ങാമെന്ന് പറയും നമ്മളോട് ഇബ്ലീസ്. അങ്ങനെ നാളെ പറയും, മറ്റന്നാൾ, അങ്ങനെ അങ്ങനെ നീണ്ടു പോകണ്ട, എന്നിട്ട് റമളാൻ എത്തിക്കും. അപ്പം അങ്ങനെ ആവണ്ട. ഇന്ന് തന്നെ എല്ലാവരും തുടങ്ങുക. സൂറത്തുൽ ഫാത്തിഹ ഓതി അങ്ങ് തുടങ്ങിക്കോട്ടാ. എന്നിട്ട് കിട്ടുന്ന സമയങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും കുറേ പഠിക്കാനുണ്ട്. സൂറത്തുൽ ബഖറ ഹിഫ്ള് ചെയ്യുന്നവരുണ്ട്, സൂറത്തുൽ ആൽ ഇംറാൻ ഹിഫ്ള് ചെയ്യുന്നവരുണ്ട്. അത് കൂടാതെ അമജുസും തബാറക്കയും ഖദ്സമിയും അങ്ങനെ എല്ലാം പഠിക്കുന്നവരുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് പേര് പല ഗ്രൂപ്പുകളിലായിട്ട് പലതും പഠിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെറിയ രൂപത്തിൽ അങ്ങ് തുടങ്ങിക്കോ. അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. നമ്മളെ സമയത്തിലും എല്ലാത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. നിയത്ത്, ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് എല്ലാവരും നിയത്ത് ചെയ്യുന്നുണ്ട്. ആ നിയത്തെല്ലാം അല്ല, നമ്മളെ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും അമൽ കൊണ്ടുവരാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. കാരണം മനസ്സുകൊണ്ട് എല്ലാവരും നല്ലവരാണ്, ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അല്ലേ. ചീത്തയായ ഒരു ആഗ്രഹവും ആരുടെയും മനസ്സിലുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ആഗ്രഹങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ സൂറത്ത് ആൽ ഇംറാൻ 79-ാമത്തെ ആയത്ത്, 80 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. അതിൽ 80ാമത്തെ ആയത്തിനൊന്നും പറയാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആയത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. മറന്നുപോയാ 2 ആഴ്ച മാറ്റായി സൂറത്ത് ആൽ ഇംറാൻ എടുക്കാത്തത് അല്ലേ.
ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ജൂതന്മാരെ കുറിച്ചും അവരുടെ കാര്യങ്ങളിൽ അഹ്ലു കിതാബിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന അവര് പിന്നെ പകലിന്റെ ആദ്യ അല്ലെ പകലിൽ അവര് പകലിന്റെ ആദ്യത്തില് വിശ്വസിച്ചു എന്ന് പറയുകയും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അവിശ്വസിച്ചു എന്ന് പറയുന്നിട്ട് വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള പല പരിശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അതുപോലെ പിന്നെ അവിടെയൊക്കെ അല്ലാഹു തആല പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം അല്ലേ. അതിലാണ് നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും പരിശ്രമിക്കേണ്ടത്. ഇന്നൽ ഫദ്ല ബിയദില്ലാ യുഅ്തീഹി മൻ യശാ അല്ലെ. അള്ളാന്റെ കയ്യിലാണ് പിന്നെ ഫദ്ലുള്ളത്. ഫദ്ൽ എന്താന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെ. അള്ളാഹു ജസാ എന്ന് പറയുമ്പോൾ നമ്മളൊരു കർമ്മം ചെയ്താൽ അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് നമുക്ക് പ്രതിഫലം തരുന്നതാ. എന്നാൽ ഫദ്ൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല അല്ലെ. ആരും എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യാത്തവർക്ക് പോലും അള്ളാഹു തആല വാരിക്കോരി നൽകുന്നതാണ് അള്ളാഹുവിന്റെ ഫദ്ൽ എന്ന് പറയുന്നത്. അപ്പം അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് അള്ളാഹു പിന്നെ ഒരു ഇത് പ്രത്യേകമായിട്ട് അള്ളാഹു അവന്റെ കാരുണ്യം അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു തആല പ്രത്യേകമാക്കിയിട്ടുള്ളത്. ആ ഫദ്ല് ലഭിക്കുന്ന റഹ്മത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞതാണ് പിന്നെ അഹ്ലു കിതാബിലെ ആൾക്കാര് അവര് ഒരു ഖിൻതാർ അല്ലെ പിന്നെ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ദീനാറ് എന്നാൽ ഒരു ഖിൻതാർ വാങ്ങിയാൽ അത് തിരിച്ച് നൽകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു ദീനാറ് വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാതെ അത് പിന്നെ അവൻ്റെ മേലെ പിന്നെയും ചോദിച്ച് നടന്നാൽ തിരിച്ചു കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അല്ലേ. പിന്നെ ചില ആൾക്കാരെ തിരിച്ചു കൊടുക്കുകയെന്നില്ല. അത് അവർക്ക് അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. സത്യത്തിൽ പിന്നെ അവർ വിചാരിക്കുന്നത് പിന്നെ ഈ വാങ്ങിയ ആൾക്ക് പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അവരറിഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ മേലെ കളവ് ചെയ്യുകയാണ്. എന്നാൽ ഏത് കാര്യത്തിലും പിന്നെ നമ്മൾ കരാറുകൾ പാലിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു തആല സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അല്ലേ. പിന്നെ ഈ പിന്നെ യഹൂദികളിൽ തന്നെ ജൂതന്മാരിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാരില്ലേ, അവരെന്താണ് പിന്നെ അവരുടെ ശപഥങ്ങൾ അവരുടെ കരാറുകൾ തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, പരലോകത്ത് യാതൊരു ഓഹരിയും ഇല്ല. യാതൊരു ഓഹരിയും ഇല്ല എന്ന് മാത്രമല്ല, അവരിലേക്ക് അള്ളാഹു തആല നോക്കൂലെന്ന് അല്ലേ, നോക്കൂല. അവരോട് അള്ളാഹു സംസാരിക്കൂല, അവരെ അള്ളാഹു സംസ്കരിക്കൂല്ല. അള്ളാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു നോക്കൂല, അള്ളാഹു സംസാരിക്കൂല എന്ന് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് പറഞ്ഞതാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവര് പിന്നെ അവരിലുള്ള ചില ആൾക്കാർ അല്ലേ, അതായത് അവരിലുള്ള പണ്ഡിതന്മാരെന്ന്, അതായത് അവരുള്ള അറിവുള്ള ആൾക്കാർ അവരുടെ നാവ് കൊണ്ട് ഇങ്ങനെ പറയും. അപ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കും എന്ത്, ഇത് വേദഗ്രന്ഥത്തിൽപ്പെട്ടതാണ്, ഇത് അള്ളാഹിന്റെ കിതാബിൽ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കും അല്ലേ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞുണ്ടാക്കും. എന്നാൽ വമാഹു മിനൽ കിതാബിൽ അതൊരിക്കലും വേദഗ്രന്ഥത്തിൽപ്പെട്ടതല്ല. അവർ പറയും ഇത് അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ളതാണ്, എന്നാൽ അത് അള്ളാഹിൻ്റെ അടുത്തുള്ളതല്ല അല്ലെ. അവർ അള്ളാഹിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് ഇല്ലാത്തത് പറയാന്ന് അവരറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം അഹ്ലു കിതാബ് ജൂതന്മാരെ ആൾക്കാരെ കാര്യങ്ങളാണ് ഇവിടെ എല്ലാം പറയുന്നതെങ്കിലും കൂടി ഇതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ അല്ലെ ഏതൊരായത്തും യഹൂദികളെ കുറിച്ചാണ് നസാറകളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ അതുപോലെ ആവാനേ പാടില്ല എന്നുള്ളതാണ്. നമ്മളിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാർ. മുസ്ലിങ്ങൾക്കിടയിൽ
എത്രയോ ആൾക്കാർ പിന്നെ ഇതേപോലത്തെ ഈ പറഞ്ഞ ഗുണങ്ങളോട് കൂടിയ ആൾക്കാരുണ്ട് അല്ലെ. തുച്ഛമായ ലാഭം, ദുനിയവിയായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദീനിനെ പിന്നെ വിൽക്കുന്ന ആൾക്കാർ. അതുപോലെ ആൾക്കാരെ മുമ്പിൽ പിന്നെ പറയുമ്പോൾ അതൊക്കെ പരിശുദ്ധ ഖുർആൻ പോലെ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നുള്ളത് പോലെ ആക്കിയിട്ട് പറയും. എന്നിട്ട് സാധാരണക്കാർ വിചാരിക്കും അത് തന്നെ വേദവാക്യം എന്നുള്ള രീതിയിൽ അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ അന്ധവിശ്വാസം, അതായത് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും കൂട്ടുനിന്നിട്ട് അവരുടെ പിന്നാലെ പോയി വഴിപിഴക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സത്യമായി അറിയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കാരണം വിശ്വാസത്തോടു കൂടിയുള്ള ഇസ്തിഖാമത്ത് അല്ലെ, ആ സ്ഥിരത നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്. ഈമാനും ഇസ്തിഖാമത്തും ഉണ്ടെങ്കിൽ പിന്നെ അവന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അത് മാത്രമല്ല, മലക്കുകൾ അവൻ്റെ സന്തോഷ വാർത്ത അറിയിച്ച് അവൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. കൂടുതൽ അതൊന്നും ഇതെല്ലാം പറഞ്ഞ് കുറേ നമ്മൾ പറഞ്ഞതാ, പിന്നെ എനിക്ക് ഗ്യാപ്പ് വന്നോണ്ട് ഞാൻ ഇതിലേക്കൊന്ന് ഓടിച്ചു വിട്ടതാ. കാരണം പലരും പല തിരക്കുകളിലും ജീവിത സാഹചര്യങ്ങളിലും ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇനി നമുക്ക് 79-ാമത്തെ ആയത്ത് ഒന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് 80-ാമത്തെ ആയത്തും അതിന് ശേഷമുള്ള ആയത്തും നമുക്ക് പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. ഈ ആയത്തും എടുത്തതാണ്, എന്നാലും ഒന്നും പറയാം. മാ കാന ലി ബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വന്നുബുവ്വ സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാ. എന്താണ്, ഒരാളും ഉണ്ടാകൂല. എങ്ങനെ മാ കാന അല്ലെ ബശരിലെ ഒരാളും അങ്ങനെ ഉണ്ടാകൂല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. എങ്ങനെ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വന്നുബുവ്വ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥവും വിജ്ഞാനവും പ്രവാചകത്വവും ഒക്കെ നൽകി. എന്നിട്ട് സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദൻ ലി, മനുഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കുക, നിങ്ങൾ എൻ്റെ അടിയാന്മാരായിരിക്കുക എന്ന് പറയുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ, ഇന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. അപ്പം അങ്ങനെ ഒരിക്കലും പറയാനേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താ പറയുന്നത്, വലാകിൻ, നിങ്ങൾ എന്താകണം എങ്കിലും കൂനു റബ്ബാനിയീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദറുസൂൻ, നിങ്ങളായിരിക്കുവിൻ, കൂനു നിങ്ങളാകുവിൻ, റബ്ബാനിയീൻ റബ്ബാനികളാകാൻ അല്ലേ. എന്താണ്, ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ്, വേദഗ്രന്ഥം നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താകണം, റബ്ബാനികളായിട്ട് നിങ്ങൾ മാറണം. വബിമാ കുന്തും തദറുസൂൻ, നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടും. അപ്പം വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഷ്കളങ്ക ദാസന്മാരായി തീരണം എന്നാണ് ഒരു അറിവ് കിട്ടിയ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് ഹിക്മത്ത് കിട്ടിയ അല്ലെ, നുബുവത്ത് കിട്ടിയ ഓരോ ആളും പറയുക എന്നാണ് പറയുന്നത്.
ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് അല്ലെ, വേദഗ്രന്ഥം, വിജ്ഞാനം, പ്രവാചകത്വം ഒക്കെ നൽകിയാൽ ഒരിക്കലും അദ്ദേഹം എങ്ങനെ പറയൂല, നിങ്ങൾ എൻ്റെ ദാസന്മാരാവൂ എന്ന് പറയൂല. അറിവ് ശരിക്ക് ലഭിച്ച ഒരാളും അങ്ങനെ പറയൂല. നേരത്തെ നമ്മൾ കണ്ടത് അതെന്താണ്, അവർ അല്പജ്ഞാനികളാണ് അല്ലേ. ശരിക്കും അള്ളാഹുവിനെ കുറിച്ചോ വേദഗ്രന്ഥത്തെക്കുറിച്ചോ ശരിക്കും അറിയുന്നില്ല അവർ. അള്ളാഹുവിനെ കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ചില ആൾക്കാർ മഹത്വം കൽപ്പിച്ച് 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 പിന്നെ അവർക്ക് തന്നെ ചിലപ്പോൾ നല്ല മനുഷ്യന്മാരായിരിക്കുവേ, നല്ല ആൾക്കാരായിരിക്കും, നല്ല നന്മകൾ ചെയ്തിട്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ പുകഴ്ത്തി 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 പിന്നെ എന്താവും, ഞാൻ തന്നെ വലിയവന് എന്നുള്ള നിലക്ക് പിന്നെ അങ്ങനെ ആയി മാറുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അതുകൊണ്ടാണ് ആരെയും കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അമിതമായി പുകഴ്ത്താൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു കാര്യം അതാണ് അല്ലേ. നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിനെ പിന്നെ നിങ്ങൾ റബ്ബ് അവർ ഈസാ അലൈഹി സ്വലാമിൻ്റെ ജനത റബ്ബാക്കിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ പിന്നെ അധികമായിട്ട് പുകഴ്ത്തുന്നത് ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നിലക്കും അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. എന്ത് ചോദിച്ചാലും പിന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അറിവും വഹയും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു വിഷയത്തിൽ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നുള്ള ആൾക്കാർ അല്ലെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ, നമ്മളെപ്പോഴും റബ്ബാനികളാവാനാണ് ശ്രമിക്കുക. അള്ളാൻ്റെ ആള് റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ആൾക്കാർ. നമ്മൾ വേറൊരാളെ ആളാകണ്ട അല്ലേ. ഇന്ന ആളാകണ്ട, ഇന്ന ഒരാളെ അനുയായി, ഇന്ന ഒരാളെ ശിങ്കിടി അല്ലെ, അങ്ങനെയൊന്നുമല്ല നമ്മളാവേണ്ടത്. അള്ളാഹുവിൻ്റെ ആൾക്കാർ, അള്ളാൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നേരത്തെ കഥയിൽ പറഞ്ഞ ആയാസിൻ്റെ ഉദാഹരണം, രാജാവിന് അയാൾ ഇത്രയും പ്രിയപ്പെട്ട ഒരു അടിമയായിട്ടുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ടാണ് അത്രയും പ്രിയപ്പെട്ടതായത്, ആ രാജാവ് പറഞ്ഞതിന് അപ്പുറം ഇപ്പുറം ചിന്തിക്കാതെ പറഞ്ഞതിന് എപ്പോഴും അതേപടി അനുസരിക്കുന്ന നല്ലൊരു അടിമയായിരുന്നു കൊണ്ടാണ് ആ രാജാവിന് ആ അടിമയെ അത്രയും പ്രിയപ്പെട്ടതായതെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ റബ്ബിന് പ്രിയപ്പെട്ടവരാകണം അല്ലേ. നമ്മളിങ്ങനെ പറയുന്നു, തത്തമ്മക്ക് പഠിപ്പിച്ചു കൊടുത്ത പോലെ നമ്മളിങ്ങനെ പറയുന്നു അള്ളാഹു അക്ബർ അല്ലേ. അള്ളാഹുവെ നമുക്ക് പിന്നെ ഇതുപോലെ വേറൊരു കഥ നമ്മൾ അബ്ദുസലാം മൗലവിൻ്റെ ഒരു ക്ലാസ്സിൽ കുറേ മുമ്പ് ഇതുപോലെ തത്തയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയൊരു പണ്ഡിതൻ്റെ കൂടെ ജീവിച്ച ഒരു തത്തയാണ്. ആ തത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മരിക്കുന്ന സമയത്ത് അതിന് ചൊല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് അദ്ദേഹം വിഷമത്തോടെയാണ് ആ ഒരു കാര്യം ഓർക്കുന്നുണ്ടായത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും സാഹസപ്പെട്ടിട്ടാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ അതിന് ആ ലാസ്റ്റ് സമയത്ത് മരണത്തിൻ്റെ സമയത്ത് കലിമ ചൊല്ലാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആയിപ്പോകാൻ പാടില്ല നമ്മളാരും അല്ലേ. നമ്മളൊക്കെ ഇപ്പം നമ്മൾ ധാരാളമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ ദിക്റുകളൊക്കെ നമ്മൾ ഒരു ദിവസം പലരും എണ്ണം പൂർത്തിയാക്കി മാഷാ അല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നത് കൊണ്ട് അവസാന സമയത്ത് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരത്തിൽ നമുക്കത് ചൊല്ലാൻ സാധിക്കാതെയാണ് നമ്മളെ മരണമെങ്കിലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീനല്ലേ. നമുക്ക് അള്ളാഹു ഈ ദുനിയാവിൽ ഏറ്റവും അവസാന വാക്ക് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. കാരണം അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് കലിമ ചൊല്ലാൻ പറ്റാതെ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കൂലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് എപ്പോഴും നമ്മുടെ നാവുകൾ ദിക്റിൻ്റെ നനവുള്ള നാവുകളാക്കി എല്ലാ സമയത്തും അള്ളാഹുവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട എല്ലാ കർമ്മങ്ങളും നമുക്ക് അള്ളാഹിനോട് ഇഷ്ടം കൊണ്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ, ആമീൻ.
അപ്പോഴാണ് നമ്മൾ റബ്ബാനികളാകുക. എങ്ങനെ റബ്ബാനി ആകാൻ പറയുന്നത്? കൂനു റബ്ബാനിയീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. സുബ്ഹാനല്ലാഹ്. ഇല്ല, ഇത് നമുക്ക്, ഇത് അവരോടാ പറയുന്നെങ്കിൽ നമുക്കും ഇതിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ. വേദഗ്രന്ഥം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ റബ്ബാനികൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട നിഷ്കളങ്ക ദാസന്മാരാവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നഷ്ടക്കാരായി പോകൂലേ. ഒരിക്കലും നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നമുക്ക് എത്രയോ വലിയ സൗഭാഗ്യത്തിലാണ് നമ്മൾ ഓരോരുത്തർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസേന നമുക്ക് ക്ലാസ്സും എക്സാമും അല്ലെ, ചിന്തിക്കാൻ തദബ്ബുറും എല്ലാ നിലക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് അല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, എത്ര എത്ര ക്ലാസ് കാര്യങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ. പഠിക്കലെന്ന് വെച്ചാൽ അല്ലെ, നമ്മളെ ഇങ്ങനെ ആഴത്തിലേക്ക് കൂട്ടി കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ചുറ്റിലും ഇങ്ങനെ പണിയെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളും പണിയെടുക്കുന്നു അല്ലെ, എല്ലാവരും പണിയെടുക്കുന്നു. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് നമ്മൾ റബ്ബാനികളായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നല്ലേ. അള്ളാഹു അവനിഷ്ടപ്പെട്ട നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വലാ യഅ്മുറകും അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബ. ഈ പറഞ്ഞ അങ്ങനെ ഒരു ഉണ്ടാവൂല. അത് മാത്രമല്ല, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യൂല. അങ്ങനെ ഒരു നബി വന്നിട്ട് ഒരിക്കലും അല്ലേ, ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ അവര് ദൈവമാക്കി കൊണ്ടു നടക്കുകയല്ലേന്ന്. സുബ്ഹാനല്ലാഹ്, സത്യത്തിൽ ഒരിക്കലും ഈസാ അലൈഹി സ്വലാം എന്താക്കിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയൂല. അതാ ഇവിടെ പറയുന്നത് അല്ലേ. മാത്രമല്ല, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയും ഇല്ല എന്ത്? അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബ. അൻ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കുവാൻ, അൽ മലായികത മലക്കുകളെ, വന്നബിയ്യീന നബിമാരെ, അർബാബൻ റബ്ബുകളായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യൂല. ഇതേ സെയിം ആയത്ത് 64-ാമത്തെ ആയത്ത് സൂറത്തുൽ ആൽ ഇംറാനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. എന്താ അവിടെ പറയുന്നത്? ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. നിങ്ങൾ വാ അല്ലേ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു കലിമത്തിലേക്ക് എല്ലാവരും വാ. എന്താണ് അവിടെ പറയുന്നത്? അള്ളാഹുവിനെ അല്ലെ, അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നും അവനിൽ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല എന്നും വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ്, ഞങ്ങളിൽ അല്ലെ ചിലരെ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതിലേക്ക് എല്ലാവരും വാ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഒരു കാര്യത്തിലേക്കാണ് അവരെ ക്ഷണിച്ചത്. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, മലക്കുകളെ ആവട്ടെ പ്രവാചകന്മാരെ ആകട്ടെ ഒന്നും തന്നെ അർബാബുകളാക്കി നമ്മൾ റബ്ബുകളായി സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുകയും ഉണ്ടാവുകയില്ല. എന്നിട്ട് അടുത്ത ചോദിക്കുന്ന എന്താ അറിയോ? അയഅ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. അല്ലേ, അയഅ്മുറുക്കും, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയോ എന്ത്? ബിൽ കുഫ്ർ, അവിശ്വാസത്തിന്. അല്ല, അള്ളാഹ്ക്ക് പുറമെ മലക്കുകളെ ആകട്ടെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ ആകട്ടെ റബ്ബുകളായി സ്വീകരിച്ചാൽ എന്തായി? വിശ്വാസത്തിലും തെറ്റിയില്ലേ അല്ലെ? യഥാർത്ഥ വിശ്വാസത്തിലും തെറ്റി കുഫ്റിലേക്ക് പോയി. അപ്പോൾ ചോദിക്കുന്നു, എന്തേ അങ്ങനെ നിങ്ങളോട് കൽപ്പിക്കാനോ? അയഅ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായതിനു ശേഷം, അതായത് നിങ്ങൾ അള്ളാഹുവിൽ കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായതിനു ശേഷം പിന്നെ വീണ്ടും കുഫറിലേക്ക് മടങ്ങാൻ നിങ്ങളോട് കൽപ്പിക്കുകയോ അല്ലെ? ചിന്തിച്ചാ പോരെ. പക്ഷെ അവരെന്താക്കുന്നില്ല, ചിന്തിക്കുന്നേ ഇല്ല അല്ലെ. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ
തൗഹീദിന്റെ സ്ഥാപനത്തിന് പ്രചാരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അവര് വരുന്നത് തന്നെ എന്തിനാന്ന്? പ്രവാചകന്മാരെന്തിനാ വന്നത്? എന്താ പറഞ്ഞത്? വജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും ഫത്തഖുല്ലാഹ വഅതിഊൻ ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. അത് നമ്മളെ ബാധ്യതയാണ്. പ്രവാചകന്മാരെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ തന്നെയുള്ള കാര്യം തന്നെയാണ്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, അള്ളാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്. ഫഅബ്ദൂഹു, അവനെ മാത്രം ആരാധിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ പാത, ഇതാണ് ചൊവ്വായ പാത. ഇതിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. പ്രവാചകന്മാർ ഈ ഒരു ദൗത്യവുമായി വന്ന് നമ്മളെ നേരായ മാർഗത്തിലാക്കി, അല്ലെ? അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിങ്ങളായി. എന്നിട്ട് പിന്നെ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അവർ പറയാല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവരുടെ പിന്നെ കാര്യങ്ങൾ കാണുമ്പോൾ അതിന് എതിരായിട്ടാണ് തോന്നുന്നത്, അല്ലേ? ഈ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളാണെന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്തത്? ഈസാ നബിയെ റബ്ബായി ഗണിച്ച് ആരാധിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അല്ലേ? അത് മാത്രമല്ല, വേറെയും കാര്യങ്ങളുണ്ട്. എന്ത്? പ്രവാചകന്മാരല്ലാത്ത പിന്നെ അനുയായികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ദിവ്യത്വം കൊടുത്തിട്ട് അവർക്കും ആരാധന കൽപ്പിക്കുന്ന സ്വഭാവം. പിന്നെ അത് മാത്രമല്ല, പിന്നെ മലക്കുകള്, പിന്നെ ഒരു ഇത്, ഇങ്ങനെ അങ്ങനെ ഓരോന്നിനും സ്ഥാനം. ഇതിന്റെ അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകൾക്കോ പ്രവാചകന്മാർക്കോ പോലും എന്താക്കാൻ പാടില്ല? ഈ ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല. അങ്ങനെ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം വരുന്ന പുരോഹിതന്മാര്, അല്ലെ, മതപണ്ഡിതന്മാര്, ഇങ്ങനെയുള്ള ശേഖന്മാർക്ക് ഇതെല്ലാം അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? എത്ര ആയാലും, അല്ലെ, അവരെത്ര പിന്നെ ദർജയുള്ള ആളായാലും അവരെ റബ്ബുകളാക്കി ഇതാക്കാൻ പാടുണ്ടോ? സത്യത്തില് നമ്മള് പറയുമ്പോ, ഇല്ലേ, ഇതിന്റെ ആൾക്കാരോട് പറയുമ്പോ അവര് പറയും, നമ്മളവരെ ആരാധിക്കുന്നൊന്നുമില്ല, അല്ലെ? അവർക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരമാക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അള്ളാഹു സുബ്ഹാനഹു തആലന്റെ അധികാരാവകാശങ്ങളിൽപ്പെട്ട ഗുണവിശേഷങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വകവെച്ച് കൊടുത്താൽ അത് അള്ളാഹുവിൻ്റെ സ്ഥാനം അവർക്ക് കൊടുക്കുന്നതിന് തുല്യം, റബ്ബാക്കുന്നതിന് തുല്യം. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതാണ്. അത് പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അള്ളാഹുവിൽ കീഴൊതുങ്ങി ജീവിക്കുന്ന, അല്ലേ, എന്താണ്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അങ്ങനെയുള്ള ആ ക്വാളിറ്റീസ്, ഇഖ്ലാസുള്ള കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് വളരെ വിനയാന്വിതരായ നിലയിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരിക്കലും ഈമാനിന് ശേഷം കുഫറിലേക്ക് തെറ്റിപ്പോകുന്ന ആ ഒരു പിഴച്ച വിശ്വാസത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. എപ്പോഴും ഈ സൂറത്തിലെ തുടക്കത്തിലെ ദുആ എല്ലായ്പ്പോഴും നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം, പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അറിവിൽ അടിയുറച്ചവരുടെ പ്രാർത്ഥനയാണത്, അല്ലേ? അള്ളാഹുവെ, നീ ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ റബ്ബേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ, നിന്റെ ദീനിൽ ഞങ്ങളെ അടിയുറച്ച് നിർത്തണമേ അല്ലാ. അതുപോലെ അല്ലാഹുമ്മ യാ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. ഈ പ്രാർത്ഥനയും എപ്പോഴും പ്രാർത്ഥിക്കാട്ടാ. അള്ളാഹുവെ, ഈമാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിന. ആ ഈമാൻ കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങൾ നീ അലങ്കരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിന വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. ഇത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ദുആയാണിത്. ആയത്താണിത്. അതിന് ഈ രൂപത്തിൽ ദുആ ആയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്.
നല്ല പ്രാർത്ഥന, അല്ലാഹുവേ ഈമാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫി ഖുലൂബിന വകരിഹ ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫ്ർ, ഫുസൂഖ്, ഇസ്യാൻ അല്ലേ, സത്യനിഷേധം, കാപട്യം, തെമ്മാടിത്തം, പിന്നെ അക്രമം, അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുന്നതിനെ തൊട്ടെല്ലാം എനിക്കത് വെറുപ്പുള്ളതാക്കണേ അല്ലാ. വജഅൽനാ മിനർ റാഷിദീൻ, റാഷിദീങ്ങളിലല്ലേ, അള്ളാഹുവിൻ്റെ റുഷ്ദ് ലഭിച്ച, മാർഗദർശനം ലഭിച്ച നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുപോലെ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ വമൗലാഹ. ഇതൊക്കെ നല്ല പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനയെല്ലാം എപ്പോഴും മുറുകെ പിടിക്കുക. അല്ലാഹു തആല അവൻ്റെ തഖ്വ കൈമുതലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലായ്പ്പോഴും അല്ലെ, എല്ലാ സമയത്തും നല്ല ഉയർന്ന ഈമാൻ അല്ലാഹു നമ്മളെ ഹൃദയങ്ങളിൽ ഇട്ട് തരട്ടെ. ഈമാൻ കുറയും കൂടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈമാൻ കുറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പം ഈമാൻ കുറഞ്ഞു പോകാണ്ട് ആ ഒരു കൂടിയ ലെവലിൽ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാവട്ടെ നമ്മളെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ഓരോ സെക്കൻഡുകളും നമുക്ക് ഈമാനിനെ നമുക്ക് എത്രയും സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ കഴിയോ അത്രയും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം. ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ബാക്കി ഒന്നും കൂടെ പറയോ? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈന, ഞാൻ അത് അയച്ചു തരാം. വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ പ്രാർത്ഥന കുറേ മുമ്പ് നമ്മളെ മൗലവി അബ്ദുസലാം മോങ്ങ മൗലവിൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടിട്ട് പഠിച്ചതാണ്. അൽഹംദുലില്ലാ. അത് പിന്നെ അന്നേരം മുതലേ അത് പ്രാർത്ഥിക്കാറുണ്ട്. അൽഹംദുലില്ലാ. ചിലപ്പോഴൊക്കെ മറന്നു പോകും, ചിലപ്പോഴൊക്കെ വിട്ടു പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് വീണ്ടും അതിങ്ങനെ നല്ലപോലെ ഓർമ്മയിൽ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു നല്ല നല്ല പ്രാർത്ഥനകൾ നമ്മുടെ ആയുധമാണെന്ന് പറയുന്നുണ്ടല്ലോ. പ്രാർത്ഥനകളെല്ലാം ആയുധങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതെല്ലാം പ്രായോഗികമാക്കണം അല്ലേ. നമ്മളെ അടുത്ത് കുറേ ഉണ്ട്. ഇപ്പം ഞാൻ കുറഞ്ഞ 2-3 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മളെ കയ്യിൽ വിത്തുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ബാഗിലും ഷെൽഫിലും കബോർഡിലും ഷോക്കേസിലും പിന്നെ ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പം അതിനൊക്കെ നമ്മൾ എന്താക്കണം, വിത്തുകളൊക്കെ നമ്മൾ എടുക്കണം അല്ലേ. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടി മാറ്റി പിന്നെ വിത്തിടാനുള്ള സ്ഥലം ആദ്യം വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും അതിൻ്റെ പിന്നെ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും നമ്മളെ കയ്യിലുള്ളതെല്ലാം തന്നെ നമ്മൾ എന്താക്കിയാൽ മതി, നല്ലപോലെ ഉപയോഗിച്ചാൽ മതി. നമ്മളെ കയ്യിൽ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയാം അല്ലേ. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആരാ ഉള്ളത്? സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത എത്രയാണല്ലേ. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു സഹാബിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം സ്വർഗാവകാശിയായി മാറിയത് ആ സൂറത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. മറ്റൊരു സഹാബിന്റെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു ആ സഹാബിയെ ഇഷ്ടപ്പെട്ടത് ആ സൂറത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം കൊണ്ടാണ്. നമ്മളും നിസ്കാരത്തിലെല്ലാം എല്ലാവരും അധികം ഓതുന്നതായിരിക്കും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വേഗം എളുപ്പത്തിൽ നമ്മളെല്ലാവരും ഓതുന്നത് തന്നെയായിരിക്കും അല്ലേ. പക്ഷെ അത് ഇഷ്ടത്തോടെ, ആ ഇഷ്ടം കൊണ്ട്, ആ സൂറത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒക്കെ നമ്മൾ എന്താക്കുക, ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക അല്ലേ. ഒരു ദിവസം സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് എത്ര തവണ പാരായണം ചെയ്യുക? ഒരു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെ, ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, സഹാബാക്കളോട് ചോദിക്കണം നിങ്ങൾക്ക് ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ ആർക്കാ കഴിയുക? അപ്പോൾ അവർ ചോദിക്കപ്പെട്ട ഒരു രാത്രി കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കാൻ നബിയെ? അപ്പോൾ അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഒരാൾ പാരായണം ചെയ്താൽ അവന് രാത്രി അല്ലെ ആ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമായില്ലേ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കണ്ടേ? ഖുർആൻ ഓതുമ്പോൾ ഓർക്കാറുണ്ടോ നമ്മൾ? ഖുർആൻ ഓരോ പേജുകൾ, ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ 10 അല്ലേ, 10 പ്രതിഫലം ഇങ്ങനെ അല്ലാഹു തആല നമ്മുടെ നന്മയുടെ ഏടുകളിലേക്ക് അല്ലാഹു ഇട്ട് നൽകട്ടെ. ആമീൻ. അങ്ങനെ ഒരു രാത്രിയിലെ ഒരു 10 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ, ഒരു 10 ആയത്ത് പാരായണം ചെയ്താൽ തന്നെ അയാൾക്ക് ഒരു ഖിൻതാർ പ്രതിഫലം ഉണ്ടെന്നാ. ഒരു ഖിൻതാർ എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ?
ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും വെച്ചാൽ എത്ര വിലമതിക്ക് അത്രയും വാല്യൂ ഉണ്ട് ഒരു ഖിൻതാറിന്. ഖീറാത്തല്ല കേട്ടോ, ഖീറാത്ത് മരിച്ച വീട്ടിൽ പിന്നെ പോയാൽ കിട്ടുന്നതാണ് ഖീറാത്ത്. അത് ഉഹുദ് മലയോളം ഉള്ള പ്രതിഫലമാണ്. ഖിൻതാർ എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമല്ല, അതിനെക്കാട്ടിയാ. എന്നിട്ട് നമ്മൾ എത്ര ആൾക്കാർ ഇത് നഷ്ടപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും ഇത് നഷ്ടപ്പെടുത്തുന്ന എത്ര ആൾക്കാർ. ഒരു ബുക്ക് നിങ്ങൾ റെഡിയാക്കിയിട്ടില്ലേ, അതിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയുന്ന കുറേ നന്മകളുണ്ടല്ലോ, അതെല്ലാം എഴുതി വെക്കാൻ. എന്നിട്ട് ഇന്ന് ഇത് ചെയ്തോ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി അല്ലേ. ചെയ്തിട്ടില്ലെങ്കിൽ അത് റോങ് മാർക്ക് വരുമ്പോൾ നമ്മൾ ശരിയാക്കണം. ഇന്ന് ഇത് ചെയ്തോ ഇല്ല, അങ്ങനെ ഓരോന്നും നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചാൽ മതി. സുബ്ഹാനല്ലാ 100 തവണ സുബ്ഹാനല്ലാ ചൊല്ലിയോന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ എപ്പോഴും റിമൈൻഡർ ഇടുന്നുണ്ടല്ലേ, സുബ്ഹാനല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ഇത് കാണുമ്പോൾ എങ്കിലും ഇല്ലേ, ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാ ചൊല്ലാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുന്നുണ്ടാ അല്ലേ. അത്രത്തോളം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളും, എത്രമാത്രം കർമ്മങ്ങൾ നമുക്ക് ഒരു ദിവസം ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാ, അള്ളാഹ് അത്രയും നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കല്ലേ എന്നല്ലേ. അപ്പം നമ്മളെ അമലുകൾ നമുക്ക് ഏറ്റവും നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. 3:30 ആയില്ലേ, സമയം എത്ര കുറേ ആയതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇന്നലത്തെ ദാവത്തുള്ളാന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടായില്ല ടീച്ചറെ, മുൻഗാമികൾക്ക് അവരുടെ കർമ്മങ്ങൾ അവർക്ക് ഇത് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവർ ഭയപ്പെട്ടിരുന്നത് അവരുടെ നിയത്തുകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ വിഷയത്തിലാണെന്ന്. ഞാനില്ലേ ഇന്നലത്തെ ക്ലാസ് എനിക്ക് ഫുള്ളും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. റെക്കോർഡിങ് കിട്ടുമോ ചോദിച്ചിട്ടുണ്ടായിന്. ആ ഒരു കാര്യം അവരതിലാന്ന് ഭയപ്പെട്ടത്, നിയത്ത് പുതുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തില്. മാഷാ അല്ലാ, അതന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല നിയത്തോടു കൂടി തന്നെ എപ്പോഴും ചെയ്യാൻ ശ്രദ്ധിച്ചാൽ തന്നെ അതെല്ലാം നല്ല വിലമതിക്കുന്ന നല്ല കനമുള്ള അമലുകളായിട്ട് നമുക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. അല്ലാഹു അക്ബർ. അപ്പോൾ അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോകാം. أعوذ بالله من الشيطان الرجيم. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. എന്താ ഇവിടെ പറയുന്നത്? വഇദ് അഖദല്ല, വഇദ് നമ്മൾ കുറേ പഠിച്ചില്ലേ. വഇദ് ഓർക്കുക, അഖദല്ലാഹു അല്ലാഹു വാങ്ങിയ ആ സന്ദർഭം ഓർക്കുക. എന്ത്? മീസാഖ് ഉടമ്പടി, ഉറപ്പ്, കരാറ്. അന്നബിയീൻ പ്രവാചകന്മാരുടെ നബിമാരുടെ ഒരു ഉറപ്പ് കരാറ് വാങ്ങിയ ആ ഒരു സന്ദർഭം ഓർക്കുക. ലമാ ആതൈതുക്കും നിങ്ങൾക്ക് ഞാൻ വല്ലതും നൽകിയാൽ, മിൻ കിതാബിൻ വേദഗ്രന്ഥത്തിൽ നിന്ന്, വേദഗ്രന്ഥമായി, വ ഹിക്മത്തിൻ വിജ്ഞാനമായിക്കൊണ്ടും, സുമ്മ ജാഅക്കും റസൂലും എന്നിട്ട് നിങ്ങൾക്ക് വന്നെത്തി അല്ലെ, റസൂല് ദൂതൻ, റസൂല്, മുസദ്ദിഖുൽ ലിമാ മഅക്കും നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് മറ്റൊരു വല്ല ദൂതനും വന്നെത്തുകയും ചെയ്താൽ, ലതുഅ്മിനുന്ന ബിഹി എന്താണ്? ലതുഅ്മിനുന്ന ബിഹി തീർച്ചയായും നിങ്ങൾ എന്താക്കണം? അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ വേണം എന്ന്. വലതൻസുറുന്നഹു പിന്നെയോ അദ്ദേഹത്തെ തീർച്ചയായും നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം എന്ന്. ഖാല അപ്പോൾ അവൻ പറഞ്ഞു, ഖാല അഅഖറർതും വഅഖദ്തും അലാ ദാലിക ഇസ്രി അഅഖറർതും എന്നിട്ട് അല്ലാഹു തആല അവരോട് പറയുന്നത്, ഞാൻ ഈ കരാർ ഉറപ്പ് വാങ്ങിയ സന്ദർഭം എന്താണ്? നിങ്ങൾ അഅഖറർതും നിങ്ങൾ സമ്മതിച്ചുവോ, ഏറ്റു പറഞ്ഞുവോ, നിങ്ങൾ അതിൽ ഉറപ്പിച്ച, വഅഖദ്തും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തോ, സ്വീകരിക്കുകയും ചെയ്തുവോ, അലാ ദാലിക്കും അതിനെക്കുറിച്ച്, അതിൻ്റെ പേരിൽ, ഇസ്രി എന്നോടുള്ള കരാർ, ബാധ്യത, എൻ്റെ ആ ഒരു കരാർ. ഖാലു അപ്പോൾ അവർ പറഞ്ഞു, അഖ്റർന ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു, ഉറപ്പിച്ചു പറഞ്ഞു. ഖാല അല്ലാഹു തആല പറഞ്ഞു, ഫഷ്ഹദു
എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ. വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷികളിലുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് വാങ്ങിയ ആ ഒരു കരാർ, അതാണ് ഇവിടെ പറയുന്നത്. അത് ഓർമ്മിക്കുക. അത് നമുക്ക് പറഞ്ഞു തരാം. എന്താ പറഞ്ഞു തരുന്നത്? ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകി, അല്ലേ? എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഇതിനെ ശരിവെച്ചുകൊണ്ട് ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെയാണെങ്കിൽ എന്താക്കണം? അങ്ങനെ വന്നാൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. ആ കാര്യത്തിൽ നിങ്ങൾ എന്നോടുള്ള കരാർ ഏറ്റെടുത്തോ? അപ്പോൾ അവർ പറഞ്ഞു അതെ. അപ്പം നിങ്ങൾ എന്താക്കണം? അതിൽ സാക്ഷികളായിരിക്കുക. ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് പ്രവാചകത്വം ലഭിച്ച ഏതൊരു പ്രവാചകനും ആ പ്രവാചകത്വത്തെ ശരിവെച്ചുകൊണ്ട് അതിനെ തുടർന്ന് വേറൊരു പ്രവാചകൻ വരുമ്പോൾ ആ റസൂല് വിശ്വസിക്കുക എന്നുള്ളത് ആ പ്രവാചകന്റെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികളുടെയും മേലെന്താണ്? നിർബന്ധമായൊരു ബാധ്യതയാണ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പം മൂസാ നബി അലൈഹിസ്സലാം, അല്ലേ? മൂസാ അലൈഹിസ്സലാമിന് ശേഷം ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ മൂസാ നബിയിൽ വിശ്വസിച്ച അനുയായികൾ തീർച്ചയായും എന്താക്കണം? ആ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും ശരിപ്പെടുത്തിക്കൊണ്ടുമാണ് എന്ത് വരുന്നത്? പിന്നീടുള്ള ഈ ഇഞ്ചിയിലും കൊണ്ടിട്ട് ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. അപ്പം അതിൽ വിശ്വസിക്കുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയാണ്. അവരിൽ വിശ്വസിക്കാന്ന് മാത്രമല്ല, എന്താക്കണം? ആ പ്രവാചകനെ കൂടെ നിന്ന് സഹായിക്കണം, അല്ലേ? കാരണം ഇവരെല്ലാവരും എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം പിന്നെ എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് വാങ്ങിയിട്ടുമുണ്ട്. എല്ലാ പ്രവാചകന്മാരും അത് ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇത് നബിമാരുടെ മേലെ അത് നിർബന്ധമാക്കിയ ഒരു കാര്യമാണെങ്കിൽ അതേപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബാധ്യതയാണ് എന്ത്? നബിമാരുടെ കീഴിലുള്ള സമുദായങ്ങളുടെ മേലും, അല്ലേ? അപ്പം പ്രത്യേകിച്ച് ഇത് പിന്നെ ജൂതന്മാർ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരവരുടെ നബിയെ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന്, അല്ലേ? അവരവരുടെ നബിയിലും അവരുടെ ഗ്രന്ഥത്തിലും മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് അവർ ധിക്കാരവും തോന്നിവാസവും ചെയ്തത്, അല്ലേ? ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ശരിക്കും അവർക്ക് അറിവുണ്ടായിട്ടും ഈ ഒരു ബാധ്യത എല്ലാ പ്രവാചകന്മാരും ഏറ്റു. അതിനെ തുടർന്ന് അവരുടെ അനുയായികളും അത് അനുസരിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ അവരെന്താക്കിയിട്ടില്ല, അവരത് അനുസരിച്ചിട്ടില്ല, അല്ലേ? സത്യത്തിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ബാധ്യതയിൽ നിന്ന് ഒഴിവായ ആളാന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നക്ക് ശേഷം വേറൊരു നബി വരാനില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികളായി നിലകൊള്ളുന്ന എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് എന്താണ്? അവരുടെ മേലെ നിർബന്ധം. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കരാറിനെ ഓർമ്മിപ്പിക്കുന്നത് അവരോടാണ്, അല്ലെ? വേദക്കാരോടാണ് ഈ ഒരു കരാർ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനൊരു കരാർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുക എന്നുള്ളത് നിർബന്ധം. ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ മൂസാ അലൈഹി സ്വലാം ഉണ്ടായിരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും എന്നെ വിട്ടേക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ വഴിപിഴക്കുക തന്നെ ചെയ്യുമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നിട്ട്, അതായത് മൂസാ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കുന്ന കാലത്ത് മൂസാ അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മൂസാ അലൈഹി സ്വലാം പോലും എന്താക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്യണം. അങ്ങനെ അല്ലാതെ
പിന്നെ മൂസാ നബിയിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ചാൽ അവരെന്താകുമായിരുന്നു? വഴിപിഴച്ച ജനതയായി തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അവരെന്താക്കിയിട്ടില്ല, ആ ഒരു കാര്യത്തെ അവർ സ്വീകരിച്ചിട്ടില്ല അല്ലേ? അവർ പലപ്പോഴായിട്ട് ഈ ഒരു വിഷയത്തിൽ, പലപ്പോഴായിട്ടെന്നല്ല, അവർ പൂർണ്ണമായിട്ടും തന്നെ ഈ ഒരു കാര്യത്തിൽ കരാറ് ലംഘനമാണ് കാണിച്ചത്. പിന്നെ അവർ പ്രതീക്ഷിച്ച്, നമ്മൾ കേട്ടല്ലേ, ചരിത്രത്തിൽ നിന്ന് കേട്ടതല്ലേ അല്ലേ, ഇങ്ങനെ ഒരു നബി വരാനുണ്ട് എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് എല്ലാ അറിവും ഉണ്ടായിട്ടും പിന്നെ അവരുടെ സമുദായത്തിൽ നിന്നല്ലാത്തതിൻ്റെ പേരിൽ മാത്രം അവരെന്താക്കി, അംഗീകരിക്കാതെയും വിശ്വസിക്കാതെയും അവർ മാറി നിന്നു, ധിക്കാരം പ്രവർത്തിച്ചു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സാക്ഷികളാണ്, അള്ളാഹുവും സാക്ഷിയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഫമൻ തവല്ല ബഅദ ദാലിക ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പോൾ ഇങ്ങനെ ഒരു കരാർ വാങ്ങിയതിന് ശേഷം ഫമൻ തവല്ല അല്ലെ, എന്നിരിക്കെ ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ബഅദ ദാലിക അതിന് ശേഷം, ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ അവർ അക്കൂട്ടർ തോന്നിവാസികൾ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്, ധിക്കാരികൾ തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ 2 ആയത്തുകളിൽ നിന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ആയത്തിൽ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറപ്പ് വാങ്ങിയ സന്ദർഭം നബിമാരെടുത്ത്, ഇത് അഖദല്ലാഹു മീസാകൻ നബിയ്യീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകുകയും എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവാചകൻ വരികയും ചെയ്താൽ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തെ സഹായിക്കുകയും കൂടി ചെയ്യും എന്നാണ് എന്താക്കിയത്, ഉറപ്പ് വാങ്ങിച്ചത് അല്ലേ? ഖാല അഖറർതും അഖദ്തും അലാ ദാലിക്കും ഇസ്രി അല്ലേ, നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ബാധ്യത ഏറ്റെടുക്കുകയും ഈ കാര്യം സമ്മതിക്കുകയും ചെയ്തില്ലേ? അഖറർതും, നിങ്ങൾ ഈ കരാറ് പാലിക്കൂലേ എന്നുള്ള രീതിയിൽ അത് ചോദിക്കുന്നു. അപ്പോൾ ഖാലു അഖറർന, അവർ അതെ സമ്മതിച്ചു എന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രയും സമ്മതിച്ച കാര്യമാണ്, പക്ഷെ അവരെന്താക്കിയിട്ടില്ല, അവരത് അനുസരിച്ചിട്ടില്ല. ഖാല ഫഷ്ഹദു വഅന മഅക്കും മിനശ് ഷാഹിദീൻ, നിങ്ങളും ഇതിന് സാക്ഷികളായിരിക്കുക, ഞാനും നിങ്ങളോടൊപ്പം ഇതിന് കൂടെ സാക്ഷിയായിരിക്കുന്നതാണെന്ന് അല്ലാഹു തആല പറയുന്നു. എന്നാൽ ഫമൻ തവല്ല ബഅദ ദാലിക ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അതിനുശേഷം ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവർ തോന്നിവാസികൾ, ധിക്കാരികളിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ അല്ലെ, നിർദ്ദേശങ്ങളെ, അവനോട് ചെയ്ത വാഗ്ദാനങ്ങളെ പാലിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മളോട് ചെയ്ത വാഗ്ദാനങ്ങൾ അള്ളാഹു പാലിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായിട്ട് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഓരോ ബനൂ ഇസ്രായേലരുടെ ഓരോ ചരിത്രങ്ങളും നമ്മൾ സൂറത്തുൽ ബഖറയിലൂടെയും ആല ഇമ്രാനിലൂടെയും ഇങ്ങനെ പഠിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പാഠമെന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ അവരെ പോലെ ആകാൻ പാടില്ല. ഒന്ന് നമുക്കുള്ള പാഠം, അവർക്ക് ഇനി മാറാനും മാറി ചിന്തിക്കാനുമുള്ള ഒരു അവസരം അല്ലാഹു തആല എല്ലാവർക്കും, ഈ പറഞ്ഞ ബനൂ ഇസ്രായേലിന്റെ അനുയായികളായി ജീവിക്കുന്ന യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും അള്ളാഹു സത്യത്തിൻ്റെ വെളിച്ചം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും, അതുപോലെ നമ്മളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും യഥാർത്ഥ സത്യത്തിൻ്റെ വെളിച്ചം അറിയാതെ, മനസ്സിലാകാതെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിറകെ പോകുന്ന, ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ വെളിച്ചം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹുവെ, ഈ ഒരു സത്യം അറിയാതെ മനസ്സിലാക്കാതെ കഴിഞ്ഞുകൂടുന്നവരിൽ ഒരുപാട് പേരുണ്ട് അള്ളാഹുവെ. എല്ലാവർക്കും സത്യത്തെ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളറിഞ്ഞ സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാനും റഹ്മാനായ റബ്ബെ നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളെ കൂട്ടത്തിൽ നാഥാ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ.
നിന്റെ കൽപ്പനകളെ, നിന്റെ നിർദ്ദേശങ്ങളെ, നിന്റെ നിയമങ്ങളെ, നിന്റെ വിധിവിലക്കുകളെ ഇഷ്ടത്തോടെ നീ നിശ്ചയിച്ച ഇബാദത്തുകളെ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടു കൂടി നിർവഹിക്കാനുള്ള നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ദാനധർമ്മങ്ങളും മറ്റെല്ലാ ഇബാദത്തുകളും നോമ്പും എല്ലാം റബ്ബേ നിന്നോടുള്ള ഇഷ്ടത്തോടു കൂടി ചെയ്യാനുള്ള നല്ലൊരു ഈമാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ നല്ല ശക്തനായ ഒരു വിശ്വാസിയാണ് നിനക്കിഷ്ടമെന്ന് പറഞ്ഞല്ലോ അല്ലാഹുവേ. ഞങ്ങൾ നല്ല ശക്തമായ വിശ്വാസിയാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ സംസ്കരിച്ചെടുക്കണേ അല്ലാഹുവേ. നീ തൃപ്തിപ്പെടുന്ന നല്ല അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഇഹ്സാനും മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടാൻ നാഥാ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. നിന്റെ റഹ്മത്ത് നീ പ്രത്യേകമാക്കി നീ ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലാഹുവേ. ആ പ്രത്യേകക്കാരിൽ നീ റഹ്മത്ത് ചൊരിയുന്ന നീ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ വന്നു പോകുന്ന ഒരുപാട് വീഴ്ചകളും പോരായ്മകളും ഉണ്ട് അല്ലാഹുവേ. അതൊക്കെയും നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ചെയ്തു പോയ തിന്മകൾക്കെല്ലാം പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള നല്ല ആഫിയത്തും നല്ല സിഹത്തും നല്ല ഖുവ്വത്തും നല്ല നശാത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള നല്ല തൗഫീഖ് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ നീ ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നാഥ നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളിൽ നിന്നും വരുന്ന ഞങ്ങളുടെ മക്കൾ സാലിഹീങ്ങളാക്കി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീനിന്റെ ഇസ്ലാമിന്റെ ഈമാനിന്റെ മധുരം നുണയാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറകൾക്കും നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ റഹ്മാനായ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ പാഴാക്കല്ലേ അല്ലാഹുവേ. മരണസമയത്ത് സ്വർഗത്തിന്റെ മലക്കുകളെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകളിൽ ഞങ്ങൾ തനിച്ചാകുന്ന അവസരത്തിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്കൊരു വെളിച്ചമായി നല്ലൊരു കൂട്ടുകാരനായി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് മഹ്ശറാലോകത്ത് വിചാരണയില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ സ്വർഗത്തിൽ വെച്ച് നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥാ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളായി പ്രയാസപ്പെടുന്നു റഹ്മാനായ റബ്ബേ. എല്ലാ രോഗികൾക്കും നീ ആശ്വാസവും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങളിൽ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.